ഗായ്സ് എല്ലാവർക്കും തണ്ണൂസിലോട്ട് സ്വാഗതം. നിങ്ങൾ ഒരുപാട് പേര് ഞങ്ങളോടൊക്കെ പറഞ്ഞായിരുന്നു ഇന്ന് Q&A എടുക്കുവാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത്. ഞങ്ങളുടെ വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എടുക്കണ വീഡിയോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു Q&A വന്നേക്കുന്നത്. നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം ഓക്കെ. നമ്മൾ അല്ലെങ്കിൽ ചെയ്യാൻ നമ്മൾ നോക്കുമായിരുന്നു, അപ്പോഴത്തെ അതിനുള്ള സമയമൊന്നുമില്ലായിരുന്നു ഞങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഓക്കെ കൊച്ചിനെ കാണിച്ചു തരാം. ഇവളുടെ അനിയത്തിയാണ്, എൻ്റെ അനിയത്തിയാണ്. ഇവൾക്ക് നന്നായിട്ട് ഡാൻസൊക്കെ പെർഫോം ചെയ്യാൻ അറിയാം. ഓക്കെ, നല്ലപോലെ പെർഫോം ചെയ്യാൻ അറിയാം. കൊച്ചിന് വേണ്ടിയെങ്കിലും നിങ്ങൾ ഒരുപാട് പേര് ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ തരണം. ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം 49 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 2 വയസ്സ് ഞങ്ങൾ പോലും ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിക്കത്തില്ല. ഇവളുടെ ഒരു ഇതിനായിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്തില്ലെങ്കിലും വേണ്ട, ഇവളുടെ ചെയ്യണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരുപാട് അവള് കിടന്ന കാറ് ഭയങ്കര ദേഷ്യക്കാരിയാണ്. ഓക്കെ, അപ്പം ഇല്ലേ ഞങ്ങൾക്ക് 49 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആയിട്ടുള്ളൂ ഗൈസ്. അപ്പം ഞങ്ങൾക്ക് 49 അല്ല, ഞങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് കൊച്ചിന് വേണ്ടി നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് തരണം പ്ലീസ്. ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് പാവങ്ങളല്ല, അങ്ങനെ പറയാം, സാധാരണക്കാർ. അപ്പം ഞങ്ങൾ എന്താണ് സപ്പോർട്ട് തന്നെ. ഇപ്പം ഓൾറെഡി ഞങ്ങൾക്കുള്ളത് 49 സബ്സ്ക്രൈബേഴ്സാണ്. മഴക്കാരൊക്കെയാണത്. ഞാൻ കാണിച്ചു തരാം. കണ്ട, എനിക്ക് വെയിലായിട്ട് തോന്നുന്നതാണ്. അവിടെയൊക്കെ കണ്ട ഞാൻ കാണിച്ചു. ഇവിടെയാണ് അമ്പലത്തിൻ്റെ വീടാണ് സൈഡ്. വെയിലാണ് വേണ്ടത്. വെയിലുള്ള സമയത്ത് എല്ലാവർക്കും മഴ വേണം, മഴയുള്ള സമയത്ത് എല്ലാവർക്കും വെയിലും വേണം. ഇവിടെ എന്ന് പറയുന്നത് ഈ കൊച്ചിന് 2 ഒരുമിച്ച് വന്നു. ഇവക്ക് സുനാമി വരാനായിട്ടാണ് ഗൈസ്, കിടന്ന് കരയുവാണ് സുനാമി വരാൻ. അപ്പം പിന്നെ Q&A അല്ലേ, കടലിലൊക്കെ പോകാൻ ഇഷ്ടമാണ് ഗൈസ്. അങ്ങോട്ട് ഇറങ്ങി പോക്കോളൂ, ആരും പറയണ്ട. അപ്പം Q&A അല്ലേ നമ്മൾ എടുത്തോണ്ടിരുന്നു. Q&A. അപ്പോൾ ഫസ്റ്റ് ചോദ്യം എന്ന് വെച്ചാൽ ഞാൻ പേപ്പർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ചോദ്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് എവിടെയായിരുന്നാണ് പറഞ്ഞു കൊടുക്കടി. ചേർത്തല ആലപ്പുഴയാണ്. വാർഡ് 25 ഓക്കെ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പറയടി. ഓക്കെ, ഇനി വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. നിൻ്റെ വയസ്സ് പറ. എൻ്റെ വയസ്സ് 8. എൻ്റെ വയസ്സ് 9 ഇവളുടെ വയസ്സ് 2. പേര് പറഞ്ഞു കൊടുത്തേ. തനു എന്ന് പറ. ഹായ് തനു എന്ന് പറ. തനു പേര് അവളുടെ തനു എന്നാണ്. പക്ഷെ അവള് വർത്താനമൊക്കെ പറയും കേട്ടോ, നല്ല വർത്താനാണ്. എന്തോ പറയുന്നുണ്ട്. അവരോട് വർത്താനം പറഞ്ഞേ, ആ ഫോണിൽ നോക്കി വർത്താനം പറഞ്ഞേ. ഹായ് മാത്രം അവള് തരുന്നില്ല ഗൈസ്. അപ്പൊ ഹായ് പറ, ഹായ് പറ. നിൽക്കണ്ട, അവൾ അങ്ങനെയൊക്കെ പറയുള്ളൂ ഗൈസ്, കൊച്ചല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ചിക്കു, അടുത്ത ചോദ്യം ഇല്ലേ, ഏറ്റവും ഇല്ലേ ഇഷ്ടപ്പെട്ട സിനിമ പറഞ്ഞോ. പ്രേമലു പറഞ്ഞായിരുന്നു ഗൈസ്. ഓക്കെ, ഇനി അടുത്തുള്ള ചോദ്യം എന്ന് വെച്ചാൽ എന്തായിരുന്നു നോക്കട്ടെ ഗൈസ്. ഇവിടെ കണ്ട് വെച്ചായിരുന്നല്ലോ അടി. അപ്പം അടുത്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഏറ്റവും പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഇതാണെന്നാണ്. ഓക്കെ, നിനക്ക്? എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം എനിക്ക് വണ്ടർലയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൊന്മുടി പോകാൻ ആഗ്രഹമുണ്ട്, മൂന്നാറുമുണ്ട്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇല്ലേ അമ്പലം. അവിടെയൊക്കെ പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഇലവഴപ്പൂഞ്ചിറ പോയിട്ടുണ്ട്. ഇപ്പം കുറേ തൃശ്ശൂരൊക്കെ പോയിട്ടുണ്ട്, അറിയില്ല എനിക്ക്. ഓക്കെ, അപ്പോൾ ഈ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള അമ്പലം ഏതാണ്? ഏറ്റവും ഇഷ്ടമുള്ള അമ്പലം ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ട്, ഞാൻ കാണിക്കാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ കാണിച്ചു തരാം. നോക്കട്ടെ, ഒരു സാധനത്തേക്ക് കയറി വേണം. അവക്കുള്ളത് തൃശ്ശൂർ പൂരം നടക്കുന്ന തൃശ്ശൂർ അമ്പലമാണ് ഗൈസ്. ഇനി ഞാൻ അമ്പലം കാണിച്ചു തരട്ടെ. കണ്ട, നല്ലപോലെ കാണിച്ചു തരാവേ. ഓക്കെ, ഞാൻ അങ്ങോട്ട് ഓടുവാണ് ഗൈസ്, കാണിച്ചു തരാം ഗൈസ്. അതാണ് അമ്പലം. സൂം ചെയ്യാം, കണ്ട
പാട്ട് കേൾക്കണ അവിടെയില്ല, ദൂരെയുള്ള ഒരു അമ്പലത്തിലാണ്. ഇപ്പം സമയം എന്ന് പറയുമ്പോൾ ഒരു മണിയായിട്ടുണ്ടാവും. 1 മണി കഴിയാറായി. 1:25. നിങ്ങളുടെ രാജ്യങ്ങളൊക്കെ എവിടെയാന്ന് നിങ്ങളും ഞങ്ങളോട് രാജ്യങ്ങളല്ല, സ്ഥലങ്ങൾ എവിടെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ. അതെ, ഇവിടെ നിൽപ്പണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ പിന്നെ ഒരാളെയും കൂടി പരിചയപ്പെടുത്താനുണ്ട്. അമ്മൂമ്മയെ പരിചയപ്പെടുത്തട്ടെ. അമ്മൂമ്മ എൻ്റെ അമ്മൂമ്മ പരിചയപ്പെടുത്തരാം. ഒരുപാട് പിന്നെ എന്നെ പരിചയപ്പെടുത്താനുള്ള എൻ്റെ കിളികളെയാണ് ഗൈസ് കണ്ടത്. അയ്യോ ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. ഇപ്പുറത്തും ഉണ്ട് 2 കിളികളുണ്ട്. ഇതെല്ലാം എൻ്റെ കിളികളാണ്. ഇവരെ തണുപ്പ് കിട്ടാൻ വേണ്ടി. അമ്മമ്മ ഒരു ഹായ് കൊടുത്തേ. അമ്മമ്മ ഒരു ഹായ് കൊടുത്തേ. അപ്പോൾ ഞങ്ങൾ വീടൊന്നും കാണിച്ചിട്ട് ഇപ്പോൾ സമയമില്ല. വീടൊക്കെ ഞങ്ങൾ ഒരു അട്രാക്ഷനുണ്ട്. പിന്നെ വേറൊരു അതിഥികളാണുള്ളത്, കാണിച്ചു തരാം. അതാരാണ് കാശ് അവിടെ കിടന്ന് ഉറങ്ങുന്നതെന്നല്ലേ നിങ്ങൾ വിളിച്ചു. നീ കാണിച്ചു തരാം. എൻ്റെ പപ്പിക്കുട്ടിയാണ്. ഇങ്ങനെ 3 വയസ്സായിട്ടുള്ളൂ കേട്ടോ. കണ്ട തുറന്നാൽ പിന്നെ ചായ പോവും. ഇനി ചെങ്ങല കുറ്റിയിട്ടിട്ട് കുഴപ്പമില്ല. കണ്ട അടുത്ത് ഒക്കെ ബാ. അവനെ കണ്ട ചിലപ്പോൾ കുറയ്ക്കും. കിടന്നുറങ്ങുമായിരുന്നു. ഓക്കെ, ബാ. ഇനി ചോദ്യങ്ങളിലോട്ട് കിടക്കാം. എടി ഒന്ന് ഇതാണ് ചീക്കൂൻ്റെ സൈക്കിൾ, ഞാൻ കാണിച്ചു തരാം. ചവിട്ടി കാണിക്കണ്ട, മഴയാണിപ്പോ. അതല്ല ചവിട്ടടി നീ. അല്ല, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങളുടെ ഇവിടെ കിടന്ന് ഊഞ്ഞാലൊക്കെ ഞങ്ങൾ അതിന്റെ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചതാണ്. പക്ഷെ നടന്നില്ല കൈസ, അതിനുള്ള സമയമില്ല. ഓക്കെ, ഞാൻ ദൈവക്ക് ചവിട്ടാൻ ധൃതിയാണ്. കൊച്ചിനെ പിടിക്കണം കേട്ടോ. കൊച്ചിനെ ഫോണൊക്കെ വെച്ച് തരാടി നിൽക്കി. അയ്യോ ഫോൺ താഴെ നീ ഉത്തരവാദിത്വം പറയണം കേട്ടോ. ആരുടെ ഫോൺ? ഫോട്ടോ എനിക്ക് പേടിയാണ്. ഇവൻ എന്താണ് ഈ കോപ്പറൈറ്റ്? ഞാൻ എടുക്കാം. കൊച്ചിനെ ഇരുത്ത്. അയ്യോ ഫോണ്. അപ്പം മതിയടി ചവിട്ടിയത്. വാ. ഓക്കെ, ഇത്രയൊക്കെയുള്ള ഗൈസ് വീഡിയോ. പിന്നെ ഓൾറെഡി ഞങ്ങൾക്കുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ 49 ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ 50 ആയിരുന്നു. ഇപ്പോൾ ആരോ അൺസബ്സ്ക്രൈബ് അടിച്ചതുകൊണ്ട് 49 ആയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രീം എന്ന് വെച്ചാൽ ഒരു എത്ര കെ അല്ല ഗൈസ്, 1 മില്യൺ അടിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു പ്ലേ ബട്ടൺ കിട്ടണം. 1 മില്യൺ കിട്ടിയാൽ എന്തായാലും ഞങ്ങൾക്ക് ഇത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഓക്കെ സാധാരണക്കാരാണ്, എന്നാലും നിങ്ങൾ 1 മില്യൺ അടിക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ്. ഗൈസ് കഷ്ടമുണ്ട്. ഓക്കെ, അപ്പോൾ ശരി, അത്രയൊക്കെ ഉള്ളൂ. ശരിയാണ്. ടാറ്റ.